നമസ്കാരം. മാർഷൽ ആർട്സ് പഠിക്കുന്ന എല്ലാ പേർക്കും ഒരു സംശയമുണ്ടാകും. നമ്മൾ ഏത് മാർഷൽ ആർട്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? കരാത്തയാണോ, കുങ്ഫു ആണോ, ജൂഡോയാണോ, അതേ മറ്റേതെങ്കിലും മാർഷൽ ആർട്സ് ആണോ? അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ മാർഷൽ ആർട്സുകൾ തമ്മിലുള്ള സാദൃശ്യവും വ്യത്യാസവും എന്താണെന്നും നമുക്ക് യോജിക്കുന്നത് ഏതാണെന്നും നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് കരാത്തയും കുങ്ഫുവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. കുങ്ഫു എന്നത് ഒരു ചൈനീസ് മാർഷൽ ആർട്സും കരാത്തെ എന്നത് ഒരു ജാപ്പനീസ് മാർഷൽ ആർട്സുമാണ്. കുങ്ഫുവിന് 3000 മുതൽ 5000 വർഷത്തോളം പാരമ്പര്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കരാത്തയ്ക്ക് ഒരു 200 വർഷത്തിന് അകമുള്ള പാരമ്പര്യമാണ് നിലവിലുള്ളത്. കുങ്ഫുവിന് ഏകദേശം 400-ൽ പരം ശൈലികൾ അല്ലെങ്കിൽ സ്റ്റൈലുകൾ നിലവിലുണ്ട്. കാരണം വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമായി 400-ൽ പരം ശൈലികൾ അതിന് നിലവിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അത് ഷാവോലിൻ കുങ്ഫു അല്ലെങ്കിൽ തായ് ചി ചുവാൻ, സിയാങ് ചുവാൻ, വൈറ്റ് ക്രെയിൻ, ട്രങ്കൻ സ്റ്റൈൽ എന്നിവയെല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട ശൈലികളാണ്. മാത്രമല്ല അനിമൽ ശൈലികളായ ടൈഗർ, സ്നേക്ക്, ഈഗിൾ, മങ്കി എന്നീ ശൈലികളും കുങ്ഫുവിൽ പിന്തുടർന്നു വരുന്നുണ്ട്. പ്രധാനമായും ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി എന്നിവയാണ് കുങ്ഫു പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല സെൽഫ് ഡിഫെൻസ് അതിനോടൊപ്പം തന്നെ നമുക്ക് ആർജിക്കാനും സാധിക്കുന്നുണ്ട്. ഒരു കുങ്ഫു ഒരു ചൈനീസ് ഫൈറ്റിംഗ് മെത്തേഡാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. കാരണം ഫ്ലെക്സിബിലിറ്റി കൊണ്ടും അതിൻ്റെ മറ്റു ജിംനാസ്റ്റിക് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് കുങ്ഫു വളരെ മനോഹരമായ ഒരു ആർട്ടായി നമുക്ക് കാണപ്പെടുന്നത്. പല വ്യത്യസ്ത കുങ്ഫു ശൈലികൾക്കും വ്യത്യസ്തമായ പരിശീലന രീതികളിലാണ് നിലവിലുള്ളത്. നാം പ്രധാനമായും കുങ്ഫു കാണുന്നത് ഷാവോലിൻ കുങ്ഫു ആണ്. ആ ഷാവോലിൻ കുങ്ഫു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷാവോലിൻ മോങ്സ് എന്ന് പറയുന്നത് വളരെ കഠിനമായ പരിശീലനത്തിലൂടെ അവരുടെ കഴിവുകൾ ആർജിക്കുന്നതാണ്. കാരണം മറ്റു ആർട്ടുകൾക്കില്ലാത്ത അല്ലെങ്കിൽ മറ്റു സാധാരണ മനുഷ്യർക്ക് ലഭ്യമാകാത്ത പല കഴിവുകളും ഷാവോലിൻ മോങ്സിന് ലഭിക്കുന്നുണ്ട്. കാരണം അവരുടെ പരിശീലന രീതി തന്നെ വർഷങ്ങളോളം നീണ്ട തപസ്യയിലൂടെയാണ് അവർ ഈ കഴിവുകൾ നേടിയെടുക്കുന്നത്. കുങ്ഫുവിനെ പോലെ തന്നെ കരാത്തയിലും വിവിധമായ ശൈലികൾ നിലവിലുണ്ട്. എന്നാൽ കരാത്തയുടെ പ്രധാനപ്പെട്ട ശൈലികൾ എന്ന് പറയുന്നത് ഷോട്ടോക്കാൻ, ഗോജുറിയു, ഷിറ്റോറിയു, വഡോറിയു എന്നിവയാണ്. ഈ 4 ശൈലികൾ കൂടാതെ തന്നെ കരാത്തയ്ക്ക് കിയോകുഷിൻകായ്, ഉച്ചിറിയു, ഷോറിൻറിയു എന്നീ ശൈലികൾ മാത്രമല്ല മറ്റു പല ശൈലികളും, ഈ പേര് പറയപ്പെടാത്ത മറ്റു പല ശൈലികളും നിലവിലുണ്ട്. ഫ്ലെക്സിബിലിറ്റി, ബാലൻസ്, പെർഫോമിംഗ് ആർട്ട് എന്നിവയ്ക്ക് കുങ്ഫു പ്രാധാന്യം നൽകുമ്പോൾ അതിൻ്റെ കോമ്പാക്റ്റ് സൈഡ് അല്ലെങ്കിൽ നമുക്ക് പ്യുവർലി ഫൈറ്റിംഗ് മെത്തേഡിലും അതിൻ്റെ സെൽഫ് പെർഫെക്ഷനും സെൽഫ് ഡിഫെൻസിനുമാണ് കരാത്തെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഡിഫെൻസിനോ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റിനോ ഒക്കെ ഫൈറ്റിങ്ങിന് പ്രാധാന്യം നൽകി പഠിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കരാത്തെ തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഫ്ലെക്സിബിലിറ്റിയും ജിംനാസ്റ്റിക്കും ഒരു പെർഫോമൻസിൻ്റെ ആകർഷണീയതയുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുങ്ഫു ആയിരിക്കും മികച്ചത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കുങ്ഫുവോ കരാട്ടയോ മറ്റേത് മാർഷൽ ആർട്സോ ആകട്ടെ, നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ബ്രൂസ് ലീ പറഞ്ഞ ആ ഒരു കാര്യമാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അതായത് 1,00,000 കിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആളെ എനിക്ക് ഭയമില്ല, എന്നാൽ ഒരു കിക്ക് 1,00,000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആളെയാണ് നാം ഭയക്കേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതല്ല, അല്ലെങ്കിൽ ഏത് മാർഷൽ ആർട്സ് പഠിക്കുന്നു എന്നതല്ല, നിങ്ങളത് എത്രത്തോളം ആത്മാർത്ഥമായി വീണ്ടും വീണ്ടും പരിശീലിക്കുന്നു അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിലാണ് ഈ നിങ്ങൾ ചെയ്യുന്ന മാർഷൽ ആർട്സിൻ്റെ കാര്യം ഇരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഏത് മാർഷൽ ആർട്സ് പഠിച്ചാലും അതിൽ നിങ്ങൾക്ക് ചാമ്പ്യന്മാരാകാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു വിഷയമാണ്. എന്നാൽ ഞാൻ ഈ ചെറിയ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ച ഈ വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.